ഏതൊരു വികസന മുന്നേറ്റത്തിനിടയിലും കടന്നുവന്ന ഇന്നലകളെ മറക്കാൻ തയ്യാറല്ലെന്ന അറബ് യുവാക്കളുടെ ഓർമ്മപ്പെടുത്തലായിരുന്നു ആ മുത്തുവാരൽ യാത്ര. പായ്ക്കപ്പലിൽ ചരിത്രത്തെ തന്നെ തിരിച്ചുപിടിക്കാനുള്ള യജ്ഞമായിരുന്നു ആ യാത്ര. പഴമയിലേക്കും പാരമ്പര്യത്തിലേക്കും തിരിഞ്ഞു നടന്ന് മുൻഗാമികളുടെ കാലടയാളങ്ങളിൽ നിന്ന് ഊർജം കണ്ടെത്തുന്നവരും ചിലയിടങ്ങളിലെങ്കിലും ഇല്ലാതല്ല. പാരമ്പര്യത്തിലേക്കുള്ള ഓരോ പിന്നടത്തത്തിലും കരുത്തു പകരുന്ന അനുഭവ പാഠങ്ങളാണ് അവർ ആർജിച്ചെടുക്കുന്നത്. കുവൈറ്റിൽ പോയ വാരം കൊടിയിറങ്ങിയ മുത്തുവാരൽ ഉത്സവം വേറിട്ട് നിൽക്കുന്നത് ഈ ഒരു ധർമ്മനിർവഹണത്തിന്റെ കാര്യത്തിലാണ്. പാരമ്പര്യത്തിന്റെ തനിമ നിലനിർത്താൻ ഇത്തവണ പായക്കപ്പലേറിയത് 182 കൗമാരക്കാരാണ്. പഴമയുടെ തനിമ നിലനിർത്താൻ പരമ്പരാഗത വസ്ത്രങ്ങൾ അണിഞ്ഞായിരുന്നു യുവാക്കൾ മുത്തു തേടി ഇറങ്ങിയത്. ബഹ്റൈൻ, ഒമാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള യുവാക്കളും ഇത്തവണ സംഘത്തിലുണ്ടായിരുന്നു. നീണ്ട 3 മാസത്തെ കഠിനമായ പരിശീലനത്തിന് ശേഷം ഖൈറാൻ ദ്വീപ് ലക്ഷ്യമാക്കി ഇവർ യാത്ര തിരിക്കുമ്പോൾ ആശീർവദിക്കാനായി കരയിൽ വൻ ജനാവലി എത്തിയിരുന്നു. സാൽമിയ കടൽ തീരത്ത് നിന്ന് 90 കിലോമീറ്റർ അകലെയുള്ള ഖൈറാൻ എന്ന നിശബ്ദ ദ്വീപിലാണ് മുത്തുവാരൽ സംഘം തമ്പടിച്ചത്. പകൽ കടലിന്റെ അഗാധതയിലേക്ക് മുത്തുതേടി ഊളിയിടുന്ന സംഘാംഗങ്ങൾ സന്ധ്യയോടെ മാത്രമാണ് കരയേറുക. പിന്നെ മുത്തുകൾ വേർതിരിക്കുന്ന ജോലിയാണ്. നാടൻപാട്ടുകളും നൃത്തച്ചുവടുകളുമായി രാവേറെ ചെല്ലുവോളം ആഘോഷമേളങ്ങളും ഖൈറാൻ ദ്വീപിനെ മുഖരിതമാക്കും. എണ്ണപ്പണം കുവൈറ്റിന്റെ മുഖഛായ മാറ്റുന്നതിനു മുമ്പ് രാജ്യത്തെ പ്രധാന ഉപജീവനോപാധിയായിരുന്നു മുത്തുവാരൽ. പാരമ്പര്യം അന്യം നിന്നു പോകാതിരിക്കാനും പുതുതലമുറയ്ക്ക് പഴമയുടെ ഈടുവെപ്പുകൾ അടുത്തറിയാനും വേണ്ടി തുടക്കമിട്ട വാർഷിക പൈതൃകാഘോഷത്തിന്റെ 25ാം ആവർത്തനമായിരുന്നു ഇത്തവണ അരങ്ങേറിയത്. നാടൻപാട്ടുകളുടെയും താളവാദ്യങ്ങളുടെയും അകമ്പടിയോടെയാണ് നാടിന്റെ വീരനായകന്മാരെ സ്വീകരിച്ചത്. ഇവർ കൊണ്ടുവന്ന മുത്തുകൾ ഇൻഫർമേഷൻ യുവജനകാര്യമന്ത്രി ഷൈഖ് സൽമാൻ സാലിം അൽ ഹമൂദ് സൊബാഗ് ഏറ്റുവാങ്ങി അമീറിന് കൈമാറിയതോടെ 25ാം മുത്തുവാരൽ ഉത്സവത്തിന്റെ കൊടിയിറക്കം